ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ പൂവിറ്റ് സച്ചിക്കൊരു കാറ് മേടിച്ച് കൊടുക്കണമെന്ന് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കൊരു കാറുണ്ടല്ലോ എന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു, ഒരു കാറല്ലേ ഉള്ളൂ, ഒരു കാറോടെ ഇരിക്കട്ടേനെ, നമുക്ക് ആളെ വെച്ച് ഓട്ടിക്കാം. ആഗ്രഹമൊക്കെ കൊള്ളാം, എന്നാൽ ഒരു ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചിലപ്പോൾ ഹെലികോപ്റ്റർ മേടിച്ചു എന്നിരിക്കും. രേവതി പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഹെലികോപ്റ്റർ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. എപ്പോ? വെള്ളമൊക്കെ ചുറ്റിനും കയറി കഴിയുമ്പോഴേക്കും ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ഹെലികോപ്റ്റർ വരാറുണ്ട്. ഇപ്പോൾ ഒന്ന് സച്ചേട്ടാ, ഒന്ന് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ അതിനടുത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും എന്തായാലും അവർ പൂ മാർക്കറ്റിൽ പോയി പൂവൊക്കെ വാങ്ങിച്ചു. രേവതി കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്നും പറഞ്ഞു ഒരു പരിചയക്കാരി ചേച്ചി വന്നു. ഇനി എന്നും കാണും. രേവതി സ്വന്തമായിട്ട് പൂക്കട തുടങ്ങി. സച്ചിയുടെ ഉറക്കം പോയി കിട്ടിയില്ലേ? എന്ത് പറയാം, ഓണർ പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ എന്ന് സച്ചി ചോദിച്ച്. അപ്പോൾ എന്നാൽ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങ് പോയി. അതെ, ഓണറല്ല, ഭാര്യ പറയുമ്പോൾ വരാൻ പറ്റാതിരിക്കുമോ എന്ന് ചോദിക്കണം കേട്ടോ. അല്ല, നമുക്ക് പോകുന്ന വഴിക്ക് ചായ കുടിച്ചാലോ? ഞാനത് പറയാനിരിക്കായിരുന്നു. നല്ല മനപ്പൊരുത്തം അല്ലേ? അപ്പോൾ സച്ചി ചിരിക്കുക കേട്ടോ. എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ലേ, നീ വാ ഇങ്ങോട്ട്. അങ്ങനെ അവർ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോവാം. അങ്ങനെ ഒരു കടയിൽ കയറി ചായ കുടിക്കുക മാത്രമല്ല ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കാനായിട്ട് മേടിച്ചു. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമായിരുന്നല്ലോ. നീ തന്നെ ഉണ്ടാക്കണ്ടേ? എത്ര സമയമാകും? പൂക്കടയിൽ കച്ചവടം നടക്കുക രാവിലെയല്ലേ, നീ അടുക്കളയിൽ കയറിയ അത് വല്ലതും നടക്കുമോ? അല്ല, നമ്മൾ ഇവിടുന്ന് കഴിച്ചു, വീട്ടിലുള്ളവരോ? അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളും. അത് പറ്റില്ല, നമ്മൾ ഇവിടെ വന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നത്തെയും പോലെ എല്ലാവരും വൈകിയല്ലേ എഴുന്നേക്കുള്ളൂ. അവർക്കൊക്കെ പുറത്ത് പോകണ്ടേ, ജോലിക്ക് പോകണ്ടേ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് അറിഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ? അതിനിപ്പോൾ നമുക്കെന്താ? എന്തായാലും വൈകി എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും കാണില്ല. അവർക്കെല്ലാവർക്കും ഉള്ള ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയാലോ? ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂ കിട്ടണ ലാഭം ഹോട്ടലിൽ കൊടുക്കാനുള്ളേ തികയുള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, എല്ലാ ദിവസവും ഭക്ഷണം ഒന്നും വാങ്ങിക്കേണ്ടെന്നേ, ഇന്നൊരു ദിവസത്തേക്ക്. ശരി അവനത് സമ്മതിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. കാറിൽ തിരിച്ചു പോകണ സമയത്തും രേവതി ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എത്ര സന്തോഷമാണെന്ന് അറിയോ? എന്താ, ഇഡ്ഡലി കഴിച്ചതിൻ്റെ സന്തോഷമാണോ? അതൊന്നും അല്ല സച്ചേട്ടാ. ഇത്രയും നാളും രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്, തുണി അലക്കണം, അങ്ങനെ മാർക്കറ്റിൽ പോയവരൊന്നൊക്കെ മേടിക്കണം, അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എത്ര പൂ വാങ്ങിക്കണം, ഏതൊക്കെ തരത്തിലുള്ള മാല കെട്ടണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ചിന്തിക്ക് പൂക്കട എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി നമ്മുടെ ചിന്ത അത് മാത്രമായിരിക്കണം രേവതി. എന്തായാലും രേവതിക്ക് ഒത്തിരി സന്തോഷമായി. രേവതിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതേ സമയം ഉണ്ടല്ലോ, രേവതി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അലറുക. എടി രേവതി, കോഫി കൊണ്ടുവാ. നീ അവിടെ എന്തെടുക്കുക? എത്ര നേരമായി ഞാനിരിക്കുന്നു. രേവതി ഒന്ന് വാ, നീ എന്താ മറുപടി പറയാത്തത്? നീ എത്ര വിളിച്ചു കൂവിയാലും രേവതി മറുപടി പറയാൻ പോകുന്നില്ല. നിനക്ക് കോഫി കൊണ്ട് തരികയില്ല. അത്രയ്ക്ക് അഹങ്കാരം അവക്ക്. അവളെ കൊണ്ട് ഞാൻ ഇവിടെ കോഫി എത്തിക്കും. നിനക്കതിന് കഴിയില്ല ചന്ദ്രേ. അതെ, രേവതി ബിസിയാ. രാവിലെ തന്നെ അവൾ പൂ എടുക്കാനായിട്ട് പോയിരിക്കുക. അവളിപ്പോൾ പൂക്കടയുടെ മുതലാളിയാ, അടുക്കളക്കാരിയല്ല. രാവിലെ 4 മണിക്ക് 2 കൂടെ മാർക്കറ്റിൽ പോയതാ. രേവതി അടുക്കളയിലില്ല. അതുകൊണ്ട് കോഫി നീ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടോ. ഞാൻ കോഫി ഉണ്ടാക്കാനോ? എന്തേ, നീ കോഫി ഉണ്ടാക്കുന്ന പറഞ്ഞ നിന്റെ മൊന്തേൻ്റെ കഷായം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ നിനക്ക് കോഫി ഉണ്ടാക്കാൻ അറിയത്തില്ലേ? അത് പണ്ടല്ലേ ഉണ്ടാക്കിയത്. രേവതി അല്ലേ എന്നും ഉണ്ടാക്കുന്നത്. കാപ്പിപ്പൊടി, പഞ്ചസാര എവിടെ ഇരിക്കണേന്ന് പോലും എനിക്കറിയത്തില്ല. അതെ, അടുക്കളയിലല്ലേ, ബാങ്ക് ലോക്കറിലൊന്നും അല്ലല്ലോ. നിനക്ക് പോയി എടുത്താൽ പോരെ. എനിക്കെങ്ങും അറിയാൻ പാടില്ല ഓരോ ദിവസം അവൾ എവിടെ വെക്കണേന്നൊന്നും. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, കാലും കയറ്റിയിരുന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറ. അങ്ങനെയാണെങ്കിൽ നിനക്ക് പട്ടിണി കിടക്കാം. ഇവിടെ എല്ലാവർക്കും പട്ടിണി കിടക്കാം. നിനക്ക് കോഫി വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണം, ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവർ ഉണ്ടാക്കി കഴിക്കണം. ചെല്ല് ചന്ദ്രേ എന്ന് പറഞ്ഞു. അവസാനം ചന്ദ്രമതി അടുക്കളയിൽ പോയിട്ടോ. അതിരാവിലെ പൂക്കടാന്നും പറഞ്ഞു പോയാൽ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? ഞാൻ ചെയ്യണോ? ഇപ്പം ചെയ്തു കൊടുക്കാം. അവൾ കാപ്പിപ്പൊടി എവിടെയാണോ വെച്ചിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ രേവതി തർക്കത്തരവും പറയാറുണ്ട്. അവൾ കയർത്ത് സംസാരിക്കാറുമുണ്ട്. സച്ചി അവൾക്ക് പൂക്കട ഇട്ട് കൊടുത്തിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ അവളെ എനിക്കൊരു ബഹുമാനം തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഈശ്വരാ, എൻ്റെ ചെവി പിടിക്കാതിരുന്ന ഭാഗ്യം അവൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അവിടെ മൊത്തം കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ തപ്പു കേട്ടോ. എങ്ങനെയെങ്കിലും അവളെ പിടിച്ച് നിർത്തിയേ പറ്റുള്ളൂ. ഇത് അവളെവിടെയാ വെച്ചത് എന്നും പറഞ്ഞ് തപ്പി മടുത്തു.
അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടി വന്നു. അമ്മ ഇതെന്തായി പുറകുറുക്കുന്നത്? അമ്മ എന്താ തിരയുന്നത്? കാപ്പിയൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തി രാവിലെ പോയിരിക്കുക. പൂക്കടയുടെ മുതലാളി ഇവിടെ കാപ്പിപ്പൊടി തിരയോ, ഞാൻ ഇവിടെ വെച്ചേക്കണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ തപ്പിയെടുത്ത് ഓരോന്ന് കണ്ടുപിടിച്ചു. അയ്യോ അത് മുളക് പൊടിയാ അമ്മേ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി, എല്ലാം അവൾ മാറ്റി മാറ്റി വെച്ചിരിക്കുക. അമ്മ മാറ്, കോഫി ഞാനിടാം എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷ ചോദിച്ചു, ശ്രീകാന്തെ റെസ്റ്റോറൻറ്റിൽ പോണ്ടേ? എനിക്ക് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തണം, താമസിക്കാൻ പറ്റില്ല, ടൈമായി. ശ്രീകാന്ത് ഇവിടെ വർക്ക് ചെയ്യാൻ നിന്നാൽ വൈകൂലേ? അപ്പോഴേക്ക് ശ്രുതി വന്നു. അമ്മ ഇന്ന് കോഫി കിട്ടിയില്ല എന്നും പറഞ്ഞ് ശ്രുതിയും കൂടെ വന്നു കേട്ടോ. രേവതി ഇവിടെ ഇല്ല, അവളുടെ ഷോപ്പിംഗ് മോളിൽ പോയിരിക്കുക. ഞാൻ കോഫി ഉണ്ടാക്കാൻ നോക്കുക, കാപ്പിപ്പൊടി എവിടെ വെച്ചേക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശ്രുതി നിനക്കറിയാവോ? അയ്യോ എനിക്കറിയില്ല, കിച്ചൺ രേവതിയുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. ഷോപ്പിംഗ് മാളിൽ തിരക്കല്ലേ, അവൾ ഫോൺ എടുക്കുമോ? അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, കളിയാക്കല്ലേ അമ്മേ, നീ പോടാ ഒന്ന്, ഇന്നിവിടെ പട്ടിണി എല്ലാവരും. പട്ടിണിയോ? ശ്രുതി മോളെ നമുക്ക് ദോശ ഉണ്ടാക്കാം, നീ വേണ്ടതൊക്കെ ചെയ്യാം. അപ്പോൾ ശ്രുതി പറഞ്ഞു, അയ്യോ എനിക്ക് പുറത്താ വർക്ക്, ശ്രുതിക്കും പെട്ടെന്ന് പോകണം, ടൈമില്ല. ഇവന് പെട്ടെന്ന് പോകണമെന്നോ? അതെ അമ്മേ പെട്ടെന്ന് പോകണം, പ്രധാനപ്പെട്ട ക്ലയൻസ് ഷോറൂമിൽ വന്നിട്ടുണ്ടേ, അവർ നേരത്തെ തന്നെ എത്തി എനിക്ക് വെയിറ്റ് ചെയ്യല്ലേ. നമ്മുടെ ചന്ദ്രമതി മനസ്സിലാലോചിക്കുക, പാർക്കിൽ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാ ഇവന്. ശ്രുതി പറഞ്ഞു, ഞങ്ങളെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം. അപ്പോൾ വർഷയും പറഞ്ഞു, ഞങ്ങളും പുറത്തുനിന്ന് കഴിച്ചോളാന്ന്. അങ്ങനെ അവരൊക്കെ പുറത്തുനിന്ന് കഴിക്കാനായിട്ട് പോയി. ഈശ്വര, എന്നാലും ഞാനിവിടെ വല്ലതും ഉണ്ടാക്കണമല്ലോ, എനിക്ക് തിന്നണ്ടേ. അവരൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പോയി. ചന്ദ്രേ കോഫി ഇന്ന് കിട്ടുമോ നാളെ ആവുമോ എന്ന് രവീന്ദ്രൻ വിളിച്ച് ചോദിക്കുക. തരാം. അവർ കഴിക്കാതെ പോയത് കണ്ടില്ലേ, രേവതിയുടെ ഒരു പൂക്കട. അല്ല കോഫി എവിടെ? എല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ചിരിക്കുക രേവതി. കാപ്പിപ്പൊടിയൊന്നും എവിടെയാന്ന് എനിക്കറിയത്തില്ല. എന്നാ നീ എടുത്ത് വെക്ക എവിടെയാന്ന് വെച്ചാൽ, എന്നും കോഫി ഇടണ്ട നീയല്ലേ. അപ്പോൾ എന്നും കാപ്പി ഞാനിടണോ? അപ്പോൾ രേവതിയോ? പിന്നെ അവൾക്ക് പൂക്കട ജോലിയുണ്ടല്ലോ, നാശം, സമാധാനവും തരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അടുക്കളയിലേക്ക് കയറി പോവാ. ഈ സമയത്ത് രവീന്ദ്രൻ്റെ കോള് വരിക കേട്ടോ. അശോകനാണ് വിളിക്കുന്നത്. നീ ഇറങ്ങിയോ? ഞാനിപ്പോൾ വരാം കേട്ടോ. ചന്ദ്രേ കോഫി വേണ്ട, എനിക്കൊന്ന് പുറത്ത് പോകണം. അങ്ങനെ രവീന്ദ്രനും പുറത്ത് പോവാണ്. അയ്യോ രവിയേട്ടാ പോവല്ലേ, എന്തിനാ ഇപ്പോൾ പുറത്ത് പോകുന്നത്? അതെ അശോകൻ എന്തൊക്കെയോ ചില ആവശ്യങ്ങളുണ്ട്, അവിടെ വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. എൻ്റെ പൊന്നു ചന്ദ്രേ, ഒരു കോഫി ഉണ്ടാക്കാൻ നീ കിടന്ന് പോരാടുക, പിന്നെയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ പോവാം. എല്ലാവരും പുറത്തുനിന്ന് കഴിക്കും, ഞാനിനി എവിടെ നിന്ന് കഴിക്കും? എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആ ഒരു സമയത്തേക്ക് വന്നു കേട്ടോ. ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക. വീട്ടിലെന്താ ആരും ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. രേവതി എത്തിയില്ല, ആദ്യം വന്നത് നമ്മുടെ സച്ചിയ. എന്നെ കണ്ടിട്ട് നിനക്ക് ആളായിട്ട് തോന്നണില്ലേ? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഇത് ബ്രേക്ക്ഫാസ്റ്റാ, ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ട്, എല്ലാവരോടും വന്ന് കഴിക്കാൻ പറ. എന്തിനാ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചത്? ഇന്നെന്താ ഇത്ര പ്രത്യേകത? അതെ പ്രത്യേകതയൊന്നുമല്ല, രാവിലെ പൂ മേടിക്കാൻ പോയതുകൊണ്ട് രേവതിക്ക് അടുക്കളയിൽ കയറാൻ പറ്റിയില്ല, മാത്രമല്ല പറയാനും പറ്റിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. വാങ്ങിക്കണ്ട, അവരുണ്ടാക്കി കഴിച്ചോളൂന്ന് ഞാൻ 100 തവണ പറഞ്ഞതാ, അവൾ കേൾക്കണ്ടേ എന്ന് വെച്ച് എല്ലാ ദിവസവും മേടിക്കുന്നത് നിങ്ങൾ കരുതണ്ട. പിന്നെ എല്ലാവരും പോയി, അവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളും, നിന്റെ ഭക്ഷണമൊന്നും അവർക്ക് വേണ്ട എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കഴിക്കുന്നുണ്ടേ കഴിക്കാൻ നോക്കുക. പിന്നൊരു കാര്യം, പൂക്കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്, രേവതി ബിസിയാ. മുമ്പത്തെ പോലെ എല്ലാ ജോലിയും അവൾക്ക് ചെയ്യാൻ പറ്റില്ല. ആ വീട്ടു ജോലിക്ക് ഒരാളെ വെച്ചോ. അപ്പോൾ സെർവൻറ്റിനെ വെക്കണമെന്നോ? അതൊന്നും നടക്കത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? ആളെ വെച്ചില്ലേ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ 2 മരുമക്കളും ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാറുണ്ടോ? എല്ലാം ജോലിയും രേവതിയല്ലേ ചെയ്യുന്നത്. ഇനി അത് നടക്കില്ല. അവൾക്ക് പൂക്കട നിൽക്കണം. സമയം കിട്ടുമ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാന്നല്ലാതെ മുമ്പത്തെ പോലെ രാവും പകലും നോക്കാതെ ജോലി ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ട് അവൾക്ക് പൂക്കട ഇട്ട് കൊടുത്തത്? ആരോട് ചോദിക്കണം? ഞാൻ എന്നോട് ചോദിക്കണം. ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്കല്ലേ പൂക്കട ഇട്ട് കൊടുത്തത് നീയാ? അതെ, റോഡ് നിങ്ങളുടെ ഒന്നും അല്ലല്ലോ, റോഡ് സൈഡിലല്ലേ പൂക്കട ഇട്ടത്. എന്തായാലും ഇവരുടെ ഈ വഴക്കും കണ്ടുകൊണ്ടാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, പൂക്കട ഇടുന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ്. രേവതിയെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നത് കണ്ടിട്ടാ. ഇത് കുറേ നാളായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇവളിവിടുത്തെ വേലക്കാരിയല്ല, എൻ്റെ ഭാര്യ. എൻ്റെ മരുമക്കൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ വീട്ടുപണി മൊത്തം എടുത്തോ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ഒക്കെ വേറെ ജോലിയുണ്ട്,
അതുകൊണ്ട് ഒരു ജോലിയില്ലാത്ത നിങ്ങൾ വീട്ടുപണി ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വേലക്കാരെ വെച്ചോ. സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ, വീട് മിണ്ടാതിരിക്കുക. അയ്യോ അവളുടെ ഔദാര്യം, ഇവനെ ഓരോന്ന് പറഞ്ഞ് കുത്തിവിട്ടിട്ട് ഇപ്പം നീ എൻ്റെ മുന്നിൽ വന്ന് തൊട്ടിലാട്ടുക. പിന്നെ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ കുത്തിവിടാനായിട്ട് എന്ന് സച്ചി. അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും, നീ പോയി കട തുറക്ക ചെല്ല വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പോവാണ്. രേവതിയാണെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ചന്ദ്രമതി കോട്ടക്കലിപ്പിലാണ്. എന്തായാലും ചന്ദ്രമതി രേവതിയെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടിട്ട് നീ ഇങ്ങ് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചോണ്ട് അങ്ങ് പോയിട്ടോ. ചന്ദ്രമതിയാണെ വിറഞ്ഞു തുള്ളി ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ രാത്രിയിൽ കിടന്നുറങ്ങുക, നട്ടപ്പാതിരിയായിട്ടോ. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. കുറേ നേരമായി കേൾക്കുന്നു. ചന്ദ്രമതിയാണ് ഈ നട്ടപ്പാതിരിക്ക് ഇത് ആരാണോ ഉറക്കം കളയാനായിട്ട് വിളിച്ചിരിക്കുന്നത്, എന്തിനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് വരിക. കടക് തുറന്നപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഞെട്ടിപ്പോട്ടോ. 2 ചേട്ടന്മാർ. ആരാ നിങ്ങൾ? രവേട്ടാ രവേട്ടാ. അപ്പോഴേക്കും പേടിക്കണ്ട, ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല. അല്ല നിങ്ങളാരാ? എന്തിനാ ഈ സമയത്ത് വന്നത്? എന്താ വേണ്ടേ? അതെ പൂമാല വേണമായിരുന്നു. പൂമാലയോ? നാളെ രാവിലെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണ. പൂമാല ബുക്ക് ചെയ്തിരുന്ന ഒരിടത്ത് അവർക്ക് സുഖമില്ല, നാളെ രാവിലെ തരാൻ പറ്റില്ലെന്ന് ഇപ്പോഴാണ് വിളിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത് കേട്ടോ. അല്ല ചന്ദ്രമതി സ്റ്റോഴ്സ് നിങ്ങളുടെ അല്ലേ? നാളെ രാവിലത്തേക്ക് ചെറുക്കനും പെണ്ണിനും ഇടാനുള്ള മാലയും ബൊക്കയും വേണമായിരുന്നു. ഞങ്ങൾ എക്സ്ട്രാ കാശ് തരാം. ഇപ്പം തന്നെ മാല കെട്ടി തരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ആഹാ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പൂക്കാരിയാന്ന് തോന്നണുണ്ടോ? അല്ല നിങ്ങളുടെ അല്ലേ പൂക്കട, ചന്ദ്രമതി നിങ്ങളല്ലേ? എൻ്റെ പേരിട്ടെന്ന് വെച്ച് അത് എൻ്റെ കടയാവുമോ? പൂ കെട്ടുന്നവളൊന്നും ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് വാങ്ങിക്കുക. നട്ടപ്പാതിരിക്ക് മാലയും ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറപുറത്തോണ്ട് വരികയാണ് കേട്ടോ. കഥവ് അടച്ച് അവരെ പറഞ്ഞു വിട്ടിട്ടോ. ആരാ ചന്ദ്രേ? മാലയും പൊക്കം വെക്കിടിക്കാനായിട്ട് 2 ആൾ വന്നതാ. ഈ സമയത്ത് ആരേലും വന്ന് വിളിക്കുമോ? വീടിനടുത്ത് തന്നെ എൻ്റെ പേര് കടയിട്ട ഇങ്ങനെ ഇരിക്കും. എൻ്റെ സ്വസ്ഥത കളയാനായിട്ട് എല്ലാവരും കയറി വരും. കണ്ണ് ചിമ്മിപ്പം വാതിൽ മുട്ടി ഉണർത്തിയിരിക്കുന്നു. ഇന്നിനി ഉറങ്ങാനും പറ്റത്തില്ല. അതെ, നീ മനസ്സിലുള്ള ദുഷ്ടചിന്തകളൊക്കെ മാറ്റിവെച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. മനസ്സ് റിലാക്സ് ചെയ്താൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ദേഷ്യം വന്ന് എനിക്ക് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇമ്മാതിരി പരിപാടി കാണിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ല. നിങ്ങളുടെ നല്ല മനസ്സിൽ നിങ്ങളങ്ങ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് രവീന്ദ്രൻ നോക്കിയപ്പോൾ രവീന്ദ്രൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യനെ ഉറങ്ങിയോ? ഇയാൾക്ക് ഉറങ്ങാമല്ലോ. എൻ്റെ ഭഗവാനെ, ഈ വീട്ടിൽ ഞാൻ മാത്രം കൂർക്കയെ പോലെ ഉറങ്ങാതിരിക്കുക, ബാക്കി എല്ലാവരും ഉറങ്ങി. എല്ലാത്തിനും കാരണം രേവതി സച്ചിയാ. പൂക്കട ഞാൻ പൂട്ടിക്കും, നോക്കിക്കോ. എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കേട്ടോ. ശ്രീകാന്ത് ഉണ്ട്, വർഷയുണ്ട്, സുധിയുണ്ട്, ശ്രുതിയുണ്ട്. 2, 3, 4 പേരും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് വർഷം കൊണ്ടോ ഈ ശ്രീകാന്തിന് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന നമ്മുടെ സുധിയും ശ്രുതിയും. വർഷയാണെങ്കിൽ അവരെ ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. വർഷയുടെ കാര്യം നോക്കിയിരിക്കുക. രേവതി ഓരോന്നോരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരിക. രേവതി കുറച്ച് ചട്നി വേണം. ചട്നിയല്ലേ അവിടെ ഇരിക്കുന്നത്, ചട്നി എടുത്ത് കഴിക്കുക. അയ്യോ എന്താ നിനക്ക് എടുത്തു കൊടുത്താ? ചട്നി അവൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് ഓർഡർ ഇടുവാണ്. ടേബിളിലുള്ളത് എടുത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കണ്ട. കഴിക്കാൻ അസുഖമൊന്നും ഇല്ലല്ലോ. ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. രേവതി എടുത്തടിച്ച പോലെ പറയുന്നത് കേട്ട് കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുക. ശ്രുതിയും ചന്ദ്രമതിയൊക്കെ കൂടിയിട്ട്. എന്തായാലും നമ്മുടെ രേവതി രവീന്ദ്രൻ്റെ ചായയൊക്കെ ആയിട്ട് ചെന്നു. അച്ഛാ, ചായയല്ല വെള്ളമായിട്ട്. അച്ഛാ ഇന്ന് അച്ഛാ ഗുളിക കഴിക്കുക എന്നും പറഞ്ഞ് രാവിലെ ഗുളികയൊക്കെ എടുത്ത് കൊടുത്തു. പൂക്കട മുതലാളി ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? അതെന്താ നന്നായിട്ട് ഉറങ്ങി? മറ്റുള്ളവരെ ഉറക്കം കെടുത്തിയിട്ട് നീ നന്നായിട്ട് ഉറങ്ങിക്കോ. അതിന് ഞാൻ ആരുടെ ഉറക്കം കെടുത്തിയത്? വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കട തുടങ്ങി നീ എൻ്റെ ഉറക്കം കെടുത്തിയില്ലേ? രാവിലെ 2 പേര് വന്ന് കതകിൽ മുട്ടി എൻ്റെ ഉറക്കം കളഞ്ഞവൾ. അവർക്ക് പൂമാല വേണമെന്ന്. പൂമാല, നട്ടപ്പാതിരയ്ക്ക് പൂമാല. ആളുകൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എങ്ങനെ അറിയും? നീ മുറിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ. സാധനം മേടിക്കാൻ വരുന്നവർ നിൻ്റെ പൂക്കട വരണം, അല്ലാണ്ട് എൻ്റെ വീട്ടിലേക്കല്ല വരേണ്ടത്. എൻ്റെ ജോലിയല്ല പൂവിക്കൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി ഇതൊക്കെ കേട്ടോണ്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരല്ലേ പൂക്കടയ്ക്ക്, അപ്പം നിങ്ങളെ തേടിയും പൂക്കൾ ആവശ്യമുള്ളവർ വരും. പൂക്കടയ്ക്ക് എൻ്റെ പേരിടാൻ ഞാൻ പറഞ്ഞോ? ചന്ദ്രൻ, നീ അതെന്തിനാ വലിയ വിഷയമാക്കുന്നത്? പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ആൾക്കാർ വരും. ഇതൊക്കെ സാധാരണമല്ലേ? സാധാരണ. ഇങ്ങനെ ഒരു ആവശ്യത്തിന് മേലാരും ഇങ്ങോട്ടേക്ക് വന്ന് പോവരുത്. ഇന്നലെ രാത്രി ഞാൻ മാന്യമായിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഇനി ആരെങ്കിലും വന്ന് വിളിച്ചാൽ എൻ്റെ വിധം മാറും. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ കുറച്ച് കാശ് കിട്ടിയത് കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. അമ്മയ്ക്ക് രേവതിയെ വിളിക്കത്തില്ലായിരുന്നോ?
പിന്നെ 100 കോടിയല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഒന്ന് പോടാ, വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൂക്കടയിട്ട് എൻ്റെ സ്വസ്ഥത കളഞ്ഞു. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, മനസ്സിന്ന് അസൂയയും കുശുമ്പും മാറ്റിയാൽ മതി, സ്വസ്ഥത കിട്ടും. ആഹാ, ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മറുപടി ഉണ്ടല്ലോ, അഹങ്കാരത്തോടെയുള്ള മറുപടി. വേണ്ട മോളെ വേണ്ട. എന്താ മറുപടി പറഞ്ഞാൽ? വേണ്ടെടുത്ത് വേണ്ടതുപോലെ മറുപടി പറയും. എന്തേ? നിങ്ങൾ പറയുന്ന എന്തും ചുമ്മാതെ കൈയും കെട്ടി മിണ്ടാതിരിക്കണം. എല്ലാത്തിനും നീയാ വളം വെച്ച് കൊടുക്കുന്നത്, ഇതൊന്നും നല്ലതിനല്ല. ചന്ദ്രേ, പൂമാല മേടിക്കാനായിട്ട് 2 പേരെ വന്നു, അതിന് നീ എന്തിനാ ഇതിന് മാത്രം വലിയ വിഷയമാക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷ വന്നിട്ട് ചോദിച്ചു, അത് വിഷയം തന്നെയല്ലേ, പകൽ ആൾക്കാർക്ക് വീട്ടിൽ വരാം, രാത്രി വന്ന് വിളിച്ചുണർത്തുന്നത് ശരിയല്ല, ആൻറ്റിക്ക് ഉറങ്ങണ്ടേ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, വർഷം മിണ്ടാതിരിക്കുക, അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അങ്കിളും ആൻറ്റി ഹോളിലല്ലേ കിടക്കുന്നത്, ആളുകൾ വന്ന് വിളിച്ചാൽ ഡിസ്റ്റർബൻസ് ആകും. നിങ്ങൾ രണ്ടും കാരണമല്ലേ ഇവർ ഹോളിൽ കിടക്കുന്നത് എന്ന് സച്ചി ചോദിച്ചു. സച്ചേട്ടാ വീണ്ടും എന്തിനാ? റൂം വിഷയം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ എന്ന് വർഷ ചോദിച്ചു. ആൻറ്റിക്കും അങ്കിളിനും നിങ്ങളുടെ റൂം കൊടുക്കായിരുന്നില്ലേ? ആഹോ, എൻ്റെ അച്ഛൻ ചോദിച്ച റൂമല്ല, എൻ്റെ ജീവൻ പോലും ഞാൻ കൊടുക്കും, അത് നിൻ്റെ ഒത്തച്ഛയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം സച്ചേട്ടാ ആ വിഷയം വിട്. രേവതി ചേച്ചി കടയിൽ വർക്കിംഗ് ടൈം എഴുതി വെക്കുക, അപ്പം പിന്നെ ആരും ഇവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ, നിൻ്റെ ഉപദേശമൊന്നും ഇവിടെ വേണ്ട എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും ആൻറ്റിക്ക് വയസ്സായില്ലേ, ഷുഗർ BP തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരില്ലേ നല്ലതുപോലെ ഉറങ്ങിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? ഉറങ്ങിയില്ലെങ്കിൽ അസുഖം വരുമോ? ആൻറ്റി, ഉറങ്ങിയില്ലെങ്കിൽ അസുഖം വരും. ഒരാൾ ഒരു ദിവസം ഇത്ര സമയം ഉറങ്ങണമെന്നുണ്ട്, നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിലേ അസുഖം വരും. ഇത് കേട്ട് ചന്ദ്രമതി വീണ്ടും ഞെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സിയോഗി, താങ്ക് യു.